ആംബുലൻസിൻ്റെ അകത്തേക്ക് ബ്രാൻസൺ കയറുമ്പോൾ ഡോക്ടർ അതിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സിഗരറ്റും വലിച്ചോണ്ട് വെപ്പുണ്ട്. ബ്രാൻസൺ പറഞ്ഞു, എനിക്ക് ആംബുലൻസ് ഒന്ന് പരിശോധിക്കണം. ബ്രാൻസിനകത്ത് കയറി ആദ്യം കാണുന്നത് ഏപ്രിൽ വെനസ്ഡേ അവിടെ ഉറങ്ങിക്കിടപ്പുണ്ട്. ബ്രാൻസൺ പറഞ്ഞു, ആ ബെഡ് ഒന്ന് പൊക്കണം, അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഡോക്ടർ ആ ബെഡ് ഏപ്രിൽ വെനസ്ഡേ അടക്കം പൊക്കിയെടുത്തു. കാരണം ഡോക്ടർ നല്ല ശരീരശക്തിയുള്ളൊരു മനുഷ്യനാണ്. ഏപ്രിൽ വെനസ്ഡേ ആണെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ളൊരു രൂപവും. അതിൻ്റെ അടിവശമെല്ലാം ബ്രാൻസൺ വിശദമായിട്ട് പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. അദ്ദേഹം തിരിച്ചു വച്ചു. പിന്നെ അവിടെയുള്ള പല ഭാഗങ്ങളും ബ്രാൻസൺ വിശദമായിട്ട് പരിശോധിച്ചു. അങ്ങനെ നമ്മുടെ ഹാഗൻബാക്ക് റബ്സന് കൊടുത്തയച്ച ആ ടോർച്ച് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെട്ടു. അതെടുത്ത് അദ്ദേഹം ഒന്നിങ്ങനെ കത്തിച്ചു നോക്കി. അത് സാധാരണ അതിൻ്റെ സ്വിച്ച് ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഒരു സാധാരണ ടോർച്ച് ലൈറ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് കത്തിച്ചുകൊണ്ട് ബ്രാൻസൺ ചോദിച്ചു, ഇതെന്തിനാ ആംബുലൻസിൻ്റെ അകത്ത്? പലപ്പോഴും രോഗിയുടെ കണ്ണ് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. കാഴ്ചയുടെ കാര്യം മാത്രമല്ല, മറ്റ് പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളും കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇത്തരം ടോർച്ച് കയ്യിൽ വയ്ക്കാറുണ്ട്. പിന്നെ ബ്രാൻസൺ വീണ്ടും നോക്കി, ആ സ്പ്രേ കണ്ടു. അതെടുത്ത് അങ്ങനെ നോക്കിയിട്ട് ഇതെന്താ? ഡോക്ടർ ഇത്തിരി പരിഹാസത്തോടെ പറഞ്ഞു, ഞാൻ വിചാരിച്ച അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയാമെന്ന്. അതൊരു റൂം ഫ്രഷ്നറാണെന്ന് അതിന് മേലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വായിച്ചിട്ട് മനസ്സിലായില്ലേ? താഴെ എഴുതിയിരിക്കുന്നതോടെ ഞാൻ വായിച്ചു തരാം, സാൻഡൽവുഡ് ഫ്രേഗ്രൻസ്. ബ്രാൻസൺ ഒന്നും വേണ്ടിയില്ല, അതോടെ വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സീൽഡ് ബോക്സ് എടുത്തു. എമർജൻസി ആയിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉപയോഗിക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇതെന്തിനെങ്ങനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് നോർമലി എന്തെങ്കിലും എമർജൻസിക്ക് മാത്രമേ തുറക്കാറുള്ളൂ. അതുവരെ അതിൻ്റെ അകത്തുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. അത് ആരും തൊടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ബ്രാൻസന് സംശയം മാറുന്നില്ല. ഈ സീൽ ഞാൻ പൊട്ടിച്ചാലോ? നിങ്ങൾ ചിലപ്പോൾ പ്രസിഡന്റിനെ കൊന്നു എന്ന് വരും. പ്രസിഡന്റിനെ ഞാൻ കൊല്ല്? അതെ, നിങ്ങൾ ആ സീല് പൊട്ടിച്ചാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റെറിലൈസ്ഡ് ആയിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഡീസ്റ്റെറിലൈസ്ഡ് ആയിട്ട് മാറും. പ്രസിഡന്റിന് എന്തായാലും ഞാനിപ്പോൾ ആലോചിച്ചിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ? രാവിലെ തൊട്ട് ഈ ടെൻഷനിലിരിക്കുകയല്ലേ, ആർക്കായാലും വന്നു പോകും. പ്രത്യേകിച്ച് ഒരു പ്രായമായ മനുഷ്യന് എന്തായാലും അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഡീസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ് ഉപയോഗിച്ചാൽ അത് പ്രസിഡന്റിന്റെ മരണത്തിന് കാരണമാകും. അങ്ങനെ താങ്കൾ കാരണം ചിലപ്പോൾ പ്രസിഡന്റ് മരിച്ചുകൊണ്ടിരിക്കും.